Hi everyone, regards from Medcity International Academy. OET റൈറ്റിങ്ങിന് ബി കിട്ടാത്തതിന് കാരണമായി നിങ്ങൾ പറയുന്നവ തന്നെ ആയിരിക്കണമെന്നില്ല പലപ്പോഴും കാരണങ്ങൾ. അവ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. OET റെഗുലർ സ്റ്റുഡൻസിൽ നിന്നും OET ഓൺലൈൻ സ്റ്റുഡൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റനെയർ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. പലപ്പോഴും കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, സാറ് റൈറ്റിങ്ങിൽ ഡേറ്റ് എഴുതിയപ്പോൾ എൻ്റെ ഫോമാറ്റ് മാറിപ്പോയി, എനിക്ക് ബി കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ കോമ ഇടാൻ മാറിപ്പോയി, അതുകൊണ്ട് എനിക്ക് റൈറ്റിങ്ങിന് മാർക്ക് ബി കുറയുമോ? ഒട്ടനവധി സംശയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു, OETക്ക് ഒരു സ്പെസിഫൈഡ് സ്ട്രക്ചർ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കണം. റൈറ്റിങ്ങിൽ ഡേറ്റ് വെച്ച് നമ്മൾ തുടങ്ങാറുണ്ട്. ഡേറ്റ് എഴുതുമ്പോൾ കോമ ഇട്ട് ഡേറ്റ് എഴുതണോ, അത് മന്ത് ആദ്യം എഴുതണോ, 4 ഡിജിറ്റ് ഇയർ വേണോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സുകൾ നമുക്ക് കാണാറുണ്ട്, അഥവാ നമ്മൾക്ക് കിട്ടാറുണ്ട്. ഐ ക്യാൻ ടെൽ യു വൺ ഓഫ് ദി ഡേറ്റ് റൈറ്റിംഗ് ഫോമാറ്റ് ദാറ്റ് കുഡ് ബി ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ 10/April/2019. So if you follow this one, there is no comma comes. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിലൊരിക്കലും കോമ വരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട്സ് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. അപ്പോൾ ഡേറ്റ് എഴുതുന്നതിൽ നിങ്ങൾ അത്ര ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ അടുത്തൊരു ഡൗട്ട്സ് നമുക്ക് കിട്ടുന്നതാണ്, അഡ്രസ്സ് ആദ്യം എഴുതണോ, അത് കഴിഞ്ഞ് ഡേറ്റ് എഴുതണോ, ഡേറ്റ് ആദ്യം വരണോ തുടങ്ങിയ ബാലിശമായ ചില സംശയങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ എഴുതിയാൽ അത് കുഴപ്പമില്ല, അഡ്രസ്സ് ആദ്യം എഴുതാം അഥവാ ഡേറ്റ് എഴുതാം. തുടർന്ന് വരുന്നൊരു ചോദ്യമാണ്, അഡ്രസ്സ് എഴുതുമ്പോൾ കോമ ഇട്ട് എഴുതണോ, കേസ് നോട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോമ കാണണോ? ഇതൊരിക്കലും അതൊരു വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. കാരണം അതിന് നോക്കിയിട്ടല്ല നിങ്ങൾക്കൊരിക്കലും ബി സ്കോർ തരുന്നതോ അതോ നിങ്ങളുടെ റൈറ്റിംഗ് അസസ് ചെയ്യുന്നത് അവിടെ കോമയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. കോമ ഇല്ലാതെ എഴുതിയെന്നവർക്ക് ഒരു കുഴപ്പവുമില്ല, അവിടെ കോമ ഇട്ടെന്നോർത്ത് അതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് ബി കിട്ടാതിരിക്കുകയുമില്ല. നിങ്ങളുടെ റൈറ്റിംഗ് അസസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ നിങ്ങൾ എഴുതുന്ന ഭാഗമാണ്. അത് ആണ് 180 to 200 വേർഡ്സ് എന്ന് OET നിഷ്കർഷിച്ചിട്ടുള്ള വേർഡ് ലിമിറ്റ്. ഈ വേർഡ് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങളുടെ റൈറ്റിംഗ്. അതല്ലാതെ വരുന്നതാണ് ഈ പറഞ്ഞ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് ദി ലേ ഔട്ട്, ഈ പറഞ്ഞ ഡേറ്റ്, അഡ്രസ്, റെഫറൻസ്, ഓൾ ദോസ് തിങ്സ്. ആക്ച്വലി ഓൾ ദോസ് തിങ്സ് ആർ ടേക്കൺ ഫ്രം ദ കേസ് നോട്ട്. റിമെമ്പർ, കേസ് നോട്ടിൽ നിന്ന് എന്ത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴും അതിന് മാർക്ക് കുറയാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ്, പാസ്റ്റ് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി എഴുതുമ്പോൾ ആദ്യം പാസ്റ്റ് ഹിസ്റ്ററി എഴുതണോ, അത് കഴിഞ്ഞ് സോഷ്യൽ ഹിസ്റ്ററി എഴുതണോ? ഇങ്ങനൊരു റൂളൊന്നും OET റൈറ്റിങ്ങിൽ നിഷ്കർഷിച്ചിട്ടില്ല. അത് വരേണ്ടതായ സ്ഥലത്ത് നിങ്ങൾക്ക് എഴുതുക എന്നുള്ളത് മാത്രം. നിങ്ങളുടെ എഴുത്ത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, എത്രത്തോളം ഐഡിയ കൺവേ ചെയ്യുന്നതാണ് തേർഡ് പേഴ്സൺ ഓർ ദ റീഡർ ഓർ ദി എക്സാമിനർ വെദർ ഹി ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻറ്റ് ഇൻ ദ കേസ് നോട്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ റൈറ്റിംഗ് എത്രത്തോളം നല്ലതാണ്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് അവിടെ വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കൺക്ലൂഷനാണ് നിങ്ങളുടെ അസസ്മെൻറ്റിന് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും എഴുതി കൂട്ടുക അല്ല, മറിച്ച് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കേസ് നോട്ട് നമുക്കുണ്ട്. ആ കേസ് നോട്ടിൽ നിന്ന് റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ സെലക്ട് ചെയ്ത് അത് ഫേർണിഷ് ചെയ്ത് എഴുതുന്നതിലാണ് നമ്മുടെ റൈറ്റിംഗ് ഫോക്കസ് ചെയ്തിരിക്കേണ്ടത്. As I mentioned before, our writing word limit is 180 to 200. നമുക്ക് അപ്പം കിട്ടുന്ന ചോദ്യമുണ്ട്, 180 താഴെ എഴുതിയാൽ എൻ്റെ ബി സ്കോർ കുറയോ, 200 മുകളിൽ പോയാൽ എൻ്റെ ബി സ്കോർ കുറയുമോ, അല്ലാതെ എനിക്ക് എ കിട്ടാതിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രൊപ്പോർഷനേറ്റ് ലെങ്ത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് 180 to 200 എന്നുള്ളൊരു വേർഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഒപ്പം ഒരു വലിയൊരു ഡേറ്റ ചുരുക്കി എഴുതാനും നമുക്കറിയണം. അതിനുവേണ്ടി കൂടി തന്നെ ദാറ്റ്സ് വാട്ട് ഓൾസോ കോൾഡ് ആൻ എക്സാം സ്കിൽ. അപ്പോൾ ദർ ആർ സം പീപ്പിൾ ഹൂ ഓൾവേസ് ടെൽ ലൈക്ക് ഐ ഹാവ് ഗോൺ എക്സീഡഡ് ടു മോർ ദാൻ 200 അല്ലെങ്കിൽ ഐ ഹാവ് ഗോൺ ബിലോ 180. ഓൾവേസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എത്രത്തോളം കണ്ടൻറ് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ടുമായി ബന്ധപ്പെടുത്തി ആർക്കാണോ കത്തെഴുതുന്നത് അയാൾക്ക് ആവശ്യമായ ഡേറ്റ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, അതിനനുസരിച്ചാണ് നമുക്ക് സ്കോർ കിട്ടുക. Another tips I can suggest you is, it's not mandatory, but you can follow like introduction can be written in simple present tense. For example, I can tell you, I write to refer Mr. So and so who recovers from so and so disease as he requires continuity of care
the client is discharged today. So this sentence contains only simple present tense, and we have completed introduction in a very well manner. In simple present tense തന്നെ വേണം എന്ന് നിർബന്ധം ഒന്നുമില്ല, but if you could follow that, your writing is going to be little better. And of course past history can be written in past tense. Social history, of course, it comes in simple present tense. And the plan you write towards the end, that is to be carried out next after the discharge, what should be done എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്ചാർജ് പ്ലാൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. അതായത് അത് ഫ്യൂച്ചർ സെൻസ് ആണ് ചെയ്യുന്നതെങ്കിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് ഈസ് ഗോയിങ് ടു ബി വെരി വെൽ, ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ബി സ്കോർ ഇൻ ദാറ്റ്. ഐ ക്യാൻ ആഡ് ടു ദാറ്റ്, റൈറ്റിംഗ് ക്രൈറ്റീരിയ ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടുമായിരിക്കാം നമ്മുടെ റൈറ്റിംഗ് ഒരു പക്ഷേ ബി ഗ്രേഡിന് താഴെ പോകുന്നത്. നമുക്ക് 5 റൈറ്റിംഗ് ക്രൈറ്റീരിയ ആണുള്ളത്. അത് ഈ ഓഗസ്റ്റ് മുതൽ അത് മാറും. OET റൈറ്റിംഗ് അപ്ഡേഷൻ ക്രൈറ്റീരിയയിൽ കൊണ്ടുവരുന്നുണ്ട്. So far it is 5, and we don't know, we have not get any clear idea about what are the changes that OET is going to make in writing criteria. That will be updated soon. Hope you to see in that time. Thank you.